സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റുള്ള മരണം എന്നുള്ളതാണ് വന്ന വാർത്ത. തെരുവുനായുടെ കടിയേറ്റ് തിരുവനന്തപുരം എസ്.ഐ.ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരിയാണ് മരിച്ചത്. കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ നിയ ഫൈസൽ 3 ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. അവസാന ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുൻപാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് 3 കുട്ടികളാണ് മരിച്ചത്. അതുണ്ടാക്കുന്ന ഞെട്ടൽ, ഭീതി, പരിഭ്രാന്തി ഒന്നും ചെറുതല്ല. ചില പ്രതികരണങ്ങളൊന്നും കാണാം. എല്ലാ സഹായവും ചെയ്ത് എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഓട്ടിച്ചു വിട്ട പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്കിപ്പോ ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാന് ഇപ്പതാണ്ട് കൊണ്ടുപോയി. എനിക്കിനി കാണാനില്ല. എന്റെ കുഞ്ഞില്ലാത്ത പട്ടിക്കുള്ളത്. നിയ ഫൈസലിന്റെ മൃതദേഹം കൊല്ലം കുന്നിക്കോട്ടേക്ക് കൊണ്ടുപോയി. പേവിഷബാധയേറ്റുള്ള മരണമായതിനാൽ കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കില്ല. കുട്ടിയുടെ അമ്മയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ അമ്മയുടെ ഹൃദയം പൊട്ടിത്തകർന്നുള്ള നിലവിളി അത് കേട്ടുനിൽക്കാനും കണ്ടിരിക്കാനും കഴിയില്ല. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിലുണ്ട്, അശ്വിൻ ബാലാഴി തിരുവനന്തപുരത്തുണ്ട്. സുജിത്ത്, ഈ അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയിരുന്നു നമ്മൾ അറിഞ്ഞു. തലച്ചോറിനെ ബാധിച്ചു നമ്മൾ അറിഞ്ഞു. ഇത് ഇന്നല്ലെങ്കിൽ നാളെ അനിവാര്യമായ ഒരു മരണമാണെന്ന് എന്ന് എല്ലാവരും വേദനയോടെ കരുതിയിരുന്നതാണ്. അത് സംഭവിക്കുന്നു. എത്രത്തോളം സങ്കടകരമാണ്, എത്രത്തോളം വേദനാജനകമാണ് സുജിത്ത് രാവിലെ പറയുന്ന വാർത്ത? സ്മിത, ഹഷ്മി, ഈ നിയയുടെ വേർപാട് വല്ലാത്ത വിഷമത്തിലേക്കാണ് ഈ കുന്നിക്കോട് ഗ്രാമത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഒരു അവസാന നിമിഷം പോലും ഈ നാട്ടുകാരൊക്കെ തന്നെ ഒരു പ്രതീക്ഷയുടെ ഒരു നുള്ള് ബാക്കി വെച്ചിരുന്നു. നിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ പലരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിയ എല്ലാവരിൽ നിന്നും പറന്നകന്നു പോയിരിക്കുന്നു. ആ ഒരു വേർപാട് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ആ ഉമ്മയുടെ നെഞ്ചുലയ്ക്കുന്ന ആ നിലവിളി പോലെയാണ് ഇവിടെ ഓരോരുത്തരും കരയുന്നത്. ഇപ്പോൾ നിയയുടെ വീട്ടിലേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ പോലും മൃതദേഹം പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 8:30 സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോഴുള്ളത് പുനലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ് ഉള്ളത്. ഇവിടെയാണ് ഖബറടക്കം നടക്കുന്നത്. ഇവിടുത്തെ പുരോഹിതൻ നൌഷാദ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എന്തെങ്കിലും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? എപ്പോഴാകും സംസ്കാരം? എങ്ങനെയാകും സംസ്കാരം നടക്കുക? ഈ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊക്കെ നടത്തിയാകുമോ സംസ്കാരം? തീർച്ചയായിട്ടും കുറച്ച് സമയത്തിന് മുമ്പാണ് വിശദമായ വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 8 മണിയോടുകൂടി ബോഡി ഇവിടെ എത്തിക്കുകയും 8:30 മതാചാര ചടങ്ങ് അനുസരിച്ച് പ്രോട്ടോകോൾ പ്രകാരം, ഗവൺമെൻറ് പ്രോട്ടോകോൾ പ്രകാരം തന്നെ പിന്നെ ഖബറടക്കം നടത്തുന്നതായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങുകൾ? ആളുകൾ കൂടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടോ, നിയന്ത്രണങ്ങളുണ്ടോ? ആളുകൾ കൂടുന്നതിന് തീർച്ചയായും നിർദ്ദേശം ഉണ്ടാവും. ഒരു മാനദണ്ഡം ഉണ്ടാവും. കാരണം വിഷബാധ ഉള്ളതാണല്ലോ. അപ്പോൾ ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ച് ആളുകൾ കൂടുന്നത് ബന്ധുക്കൾക്ക് മാത്രമാകും. ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഈ പുരോഹിതൻ പറയുന്നതും ഇവിടെ പള്ളിയിലേക്ക് എത്തിക്കുമ്പോൾ മതാചാര പ്രകാരം തന്നെ ചടങ്ങുകളൊക്കെ നടത്തുമെങ്കിൽ പോലും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുട്ടിയുടെ അമ്മയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ അമ്മ കുന്നിക്കോട്ടുള്ള വീട്ടിലേക്ക് മാറും. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാകും ഇവിടെ എത്താൻ സാധിക്കുക, ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുക. അതിനുശേഷം അവരും ക്വാറന്റൈൻ പാലിക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതൊക്കെ തന്നെ കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാകും സംസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹഷ്മി, സ്മിത. നമുക്ക് അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിനിലേക്ക് പോവാം. അശ്വിൻ, അമ്മയും അച്ഛനും ഒക്കെ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് അവരെ അവിടുന്ന് മാറ്റുന്നത് കണ്ടു. ഇനിയിപ്പോൾ കൃത്യമായിട്ട് ഡോക്ടർമാർ പറയുന്നത് പോലെ തന്നെ വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ. അമ്മ ക്വാറന്റൈനിൽ പോകണം. അതുപോലെ തന്നെ ഈ സംസ്കാരം, പൊതുദർശനം, അതിനെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അമ്മയുടെ നിലവിളി അത് കണ്ടു നിൽക്കാൻ കഴിയില്ല അല്ലേ അശ്വിൻ? സ്മിത, തീർച്ചയായും വളരെ വൈകാരികമായ, ഹൃദയഭേദകമായ രംഗമായിരുന്നു ഇന്ന് പുലർച്ചെ ഈ എസ്.ഐ.ടി ആശുപത്രിയിൽ ആ കുട്ടിയുടെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുമ്പോൾ ഉണ്ടായത്. അമ്മ കരഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ വീടിന് സമീപത്തെ
വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം നീക്കണമെന്ന് പലതവണ പറഞ്ഞതാണ്. എന്നിട്ടും അതൊന്നും നടപ്പായില്ല. അങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഈ തെരുവുനായ ശല്യം അവിടെ ഉണ്ടാകുന്നത് എന്നതിലേക്കാണ് അമ്മയുടെ വാക്കുകൾ പോകുന്നത്. എന്തായാലും അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഈ കുട്ടിയുടെ ചികിത്സയും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ, ഈ കഴിഞ്ഞ 8-ാം തീയതിയാണ് കുട്ടിയെ ഈ തെരുവുനായ ആക്രമിക്കുന്നത്. അന്ന് തന്നെ ആദ്യ ചികിത്സാ നടപടി എന്നുള്ള നിലയിൽ ആ കുട്ടിക്ക് ആന്റി റാബിസും ഒപ്പം IDRB സിറവും ഒക്കെ നൽകിയതാണ്. പക്ഷേ അതിനുശേഷം വീണ്ടും രൂക്ഷമാവുകയും പിന്നീടാണ് ആശുപത്രിയിൽ SIT കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇവിടെയും 3 തവണ ഇതൊക്കെ ഈ ചികിത്സാ രീതികളെല്ലാം സിറവും കുത്തിവയ്പ്പും എല്ലാം നൽകിയതാണ്. പിന്നീടും ഈ മരണത്തിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇപ്പോൾ ഉയരുന്നത്. നാളെ ഈ കുത്തിവയ്പ്പിന്റെ ഒക്കെ അവസാന ഒരു നടപടി നാളെയായിരുന്നു, മെയ് 6-നായിരുന്നു നടക്കേണ്ടത്. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി 1 മണിയോടുകൂടി കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. എന്തായാലും ഇതൊരു വാക്സിന്റെ പ്രശ്നം എന്നതിലപ്പുറത്തേക്ക് ഡോക്ടർമാർ അത് വാക്സിന്റെ പ്രശ്നമല്ല എന്ന് സാധൂകരിക്കുന്ന രീതിയിൽ ഡോക്ടർമാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ തെരുവുനായയുടെ കടി ഏൽക്കുന്നത് അത് ഞരമ്പിലാണെങ്കിൽ അതിവേഗം അത് തലച്ചോറിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. അത് അതിവേഗമുള്ള മരണത്തിലേക്ക് പോകും. അതിന് പ്രാപ്തിയുള്ള തരത്തിലുള്ള ഒരു കടിയാണ് ഞരമ്പിലേൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുട്ടിയുടെ പ്രശ്നവും അതുതന്നെയാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. ആദ്യ ചികിത്സയിൽ തന്നെ അവർക്ക് വ്യക്തമായതുമാണ്. എത്രയും വേഗം ഈ വാക്സിൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പ്രതിവിധി എന്ന് പറയുന്നത്. എങ്കിൽ പോലും അത് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ കുറഞ്ഞ ശതമാനം മാത്രം സാധ്യതയുള്ള ഒന്നാണ് എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ വാക്സിന്റെ പ്രതിരോധ ശേഷി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ പരിശോധന വിദഗ്ധ സംഘമായി അടങ്ങുന്ന ഡോക്ടർമാർ പരിശോധിക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അടക്കം പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പരിശോധന പോകുന്നത്. കുട്ടിയുടെ മൃതദേഹം പുലർച്ചെ 6:30 തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുമുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാട്ടിൽ നടക്കും. നേരത്തെ സുജിത് സൂചിപ്പിച്ചതുപോലെ ഈ അമ്മയ്ക്കടക്കം ക്വാറന്റൈൻ നിർദ്ദേശമാണ് ആശുപത്രിയിൽ നിന്ന് നൽകിയിരിക്കുന്നത്.